ഹായ് ഗൈസ്, വെൽക്കം ടു റമീഷ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു മെനയൊന്നും ഉണ്ടാവില്ല. എൻ്റെതായിട്ടുള്ള എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്കാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പതിയെ പതിയെ ആണ്ട് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാല്ല വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ വീഡിയോയിലോട്ട് ഗുഡ് മോർണിംഗ് എവരി വൺ. ഇപ്പോൾ സമയം രാവിലെ 7 മണി കേട്ടോ. ഒരു പുതിയ ദിവസം, ഒരു പുതിയ വ്ളോഗ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ബെഡ്ഷീറ്റ് ഒക്കെ നല്ല രീതിക്ക് ഇടാനാണ് കേട്ടോ. അത് നല്ലപോലെ കിടക്കണ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോ എപ്പോഴും വന്നുകാണ്ട് അതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കണം എനിക്ക്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വന്ന് റെഡിയാക്കും. അതാണ് എന്റെ അവസ്ഥ കേട്ടോ. റൂം സെറ്റ് ആക്കിയതിനു ശേഷം നേരെ വരുന്നത് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ബ്രഷ് ചെയ്യല് കഴിഞ്ഞാണ്ട് പിന്നെ ഒരു ചായ മസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ബ്രഷ് ചെയ്ത് വന്നപ്പോ ഇമ്മ ടേബിളിന്മേൽ ചായയും കടിയും കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പം കടിയൊന്നും ഉണ്ടാവാറില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞാണ്ട് നേരെ കിച്ചണിലോട്ട് അങ്ങോട്ട് പോയപ്പോ ഇമ്മച്ചി ഇവിടെ ഓട്ടട ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ കടി ഓട്ടടയാണ് കേട്ടോ. ഇമ്മ എന്നെ കാത്തുനിന്ന് അവസാനം എന്നെ കാണാതായിട്ട് ഓട്ടട ഉണ്ടാക്കല് തുടങ്ങിക്കണം കേട്ടോ. ഞാൻ ചെന്നപ്പോഴേക്കും ഓട്ടട ഉണ്ടാക്കല് കഴിയാനായിരുന്നു. അങ്ങനെ ഉമ്മാന്റെ അടുത്തുനിന്ന് ഞാന് മേടിച്ചിങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞ് അവസാനം എത്തിക്കണ്. എന്നാലും വേണ്ടില്ല, പേരിന് നമ്മൾ ചുട്ടി എന്ന് പറയാലോ. അങ്ങനെ ഇമ്മാന്റെ അടുത്തുനിന്ന് അത് മേടിച്ചു കേട്ടോ. അങ്ങനെ ഓട്ടട ഉണ്ടാക്കൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ടാണോ എന്നറിയില്ല, എന്തായാലും ഓട്ടട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ചട്നിയാണ് കേട്ടോ ഉമ്മച്ചി ഉണ്ടാക്കിയേക്കണത്. അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് ചായ കുടി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ എന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചു നേരം ഒന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും വീഡിയോസോ റീൽസോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അടുത്ത പണിയിലോട്ട് പോവുള്ളൂ കേട്ടോ. അങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാ അപ്പുറത്തെ വീട്ടിലെ കുട്ടി ചെടിക്ക് വന്നു കേട്ടോ. പരിസ്ഥിതി ദിനാണല്ലോ ഇന്ന്. അപ്പോ സ്കൂളിലോട്ട് ചെടി വേണമെന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ. ആ കഞ്ഞിക്കൂർക്കന്റെ വേണം. ഏതാ വേണ്ടേന്ന് മറ്റേത് ഏതായാലും കുഴപ്പമില്ലല്ലോ. പോലെ ചെടികളുണ്ട്. കണ്ടോ ഏതാന്ന് വേണ്ടി പറഞ്ഞു? കഞ്ഞിക്കൂർക്കന്റെ എല്ലാത്തിനും. പരിസ്ഥിതി ദിനം ആയത് കാരണം ചെടി സ്കൂളിലോട്ട് കൊണ്ടുപോകാനാണ്. ഇതെന്തിന്റെ പാത്ര? കുപ്പി പൊട്ടിയതാ? അത് ശരി. അങ്ങനെ ഓള് പറഞ്ഞ ചെടി തന്നെ കൊടുത്തുട്ടോ. ഈ ചെടിന്റെ പേര് എനിക്ക് എന്താന്ന് അറിയില്ല. അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ചെടി കിട്ടിയാലും മറ്റാളെ ഹാപ്പി ആയിട്ടോ. ഓളെ ഹാപ്പി ആയപ്പോൾ ഞങ്ങളും അങ്ങോട്ട് ഹാപ്പി ആയി. അതിനുശേഷം അനിയെ അവന്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പൊ അത് അയൺ ചെയ്ത് കൊടുക്കായിരുന്നു. അങ്ങനെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ മഴ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇന്നിപ്പോ സ്കൂളിൽ പോവണ്ടല്ലോ, മഴയൊക്കെ അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒച്ചപ്പാടുണ്ടാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് കൊടുത്തുട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാണ്ട് മുന്നേറത്ത് കൊണ്ടുപോയി നോക്കിയപ്പോ സെയിം മഴ. അങ്ങനെ കുറച്ചു നേരം മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് അവിടെ നിന്നിട്ടോ. അങ്ങനെ സ്കൂൾ പോവാതെ നിൽക്കുകയാണ്. മഴ ഒന്ന് കുറഞ്ഞു കിട്ടിയാലോ ഒന്ന് പോവാലോ എന്ന് ആലോചിച്ചങ്ങാണ്ട്. അപ്പോൾ അത് നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യലാ അങ്ങോട്ട് നിന്നിട്ടോ. അപ്പൊ പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്കും ഇതുപോലെ ക്ലാസ്സിന് പോകണല്ലോ. അപ്പൊ ക്ലാസ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ എന്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും എന്നാലും ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്യുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ ക്ലീനിങ് പരിപാടിയായിരുന്നു. നല്ല സീൻ മഴയാണ് കേട്ടോ. പാവന്റെ ഉപ്പാന്റെ വണ്ടി കിട്ടുന്ന നനയുന്നത് കണ്ട് എന്താ അവസ്ഥ. ഇത് മേലെ പായ വിരിക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അത് ചെയ്യും. അല്ലാതെ ഇപ്പം എന്നും വണ്ടി ഇങ്ങനെ നനയല്ലേ, അത് കാരണം അത് വിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. മഴ നിൽക്കാതെ പെയ്യ, മഴ. കണ്ടോ? അപ്പം ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. ഇനി തിരുമ്പാനുണ്ട്. പക്ഷെ നല്ല മഴ ആയ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. അപ്പോൾ മഴ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണിപ്പോൾ ഇതുവരെയുള്ള ഓരോരോ കാര്യങ്ങൾ. കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി എന്തോ
ഫുഡാണല്ലോ നമ്മളുടെ മസ്റ്റായിട്ടുള്ളൊരു കാര്യം. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. ഞാനും ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ കേട്ടോ. 2 അനിയന്മാർ വീട്ടിലില്ല. ഒരാൾ ക്ലാസ്സിന് പോയി, മറ്റേ ആൾ വർക്കിനും പോയി കേട്ടോ. അപ്പോൾ ഓരില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ മതി. മറ്റാൾക്കാരുണ്ടെങ്കിലാണ് ഒന്നുകൂടെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാവുക കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉണ്ട്. ഉറങ്ങി കഴിഞ്ഞാണ്ട് ഞാനും ഉമ്മയും കൂടി ഇപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അതായത് എൻ്റെ ഉമ്മൂൻ്റെ വീട്ടിലോട്ട്. ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നൊരു 10-15 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ച്. മേടൊക്കെയാ എത്തിക്കഴിഞ്ഞാൽ ഓടിങ്ങാണ്ട് ഒരു കുരിപ്പ് ഓടി വരും കേട്ടോ. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചിക്കണേ. അയ്യോ നോക്കട്ടെ നോക്കട്ടെ, ഇതെന്താണിത്? ചോക്ലേറ്റാ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടെന്ന് പറയ്. ഇതില് നോക്കി പറ ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ആക്കിയിട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.